അതെ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്കിപ്പം ആസ് എ പ്രൊഡ്യൂസർ അല്ലേ, ഇപ്പം ഈ ഏറ്റവും കൂടുതൽ പണ്ടുകാലം പോലെ ഇപ്പൊ എന്നല്ല, എനിക്ക് മുന്നേയും ഇപ്പൊ വരുന്നതും അതിനുശേഷം ഒക്കെ ഉള്ള ആൾക്കാരുടെ മെയിൻ കംപ്ലൈന്റ് എന്താ അറിയോ, ആരും ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ട് മൂവീസ് ഒന്നും എടുക്കുന്നില്ല, പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പോലെ പ്രാധാന്യം കൊടുക്കുന്നില്ല, നല്ല ക്യാരക്ടേഴ്സ് തരുന്നില്ല. ഇപ്പൊ ഷീലു ഫോർ എക്സാമ്പിൾ, യു ആർ ഓൾസോ ദർ, അവർക്ക് പ്രാധാന്യം ഒന്നും വരുന്നില്ല എന്നുള്ളൊരു ബേസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഹീറോയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അതോ ചെയ്യുന്നില്ല എന്നാണോ? പറ്റില്ലായല്ല, എടുക്കാം, പക്ഷെ നമുക്ക് പ്രൊഡ്യൂസേഴ്സിന് അത് നഷ്ടമായിരിക്കും. അല്ല, അപ്പൊ ആരെങ്കിലും, അപ്പൊ നമ്മൾ ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ഹീറോ ആണോ? തീർച്ചയായിട്ടും. ഷോ, അപ്പൊ പെമ്പിള്ളേർ ഇനിയിപ്പം പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഇല്ല, കാരണം അത് അവര് മനസ്സിലാക്കേണ്ട സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളും അതുകൊണ്ടാണ് പല പടങ്ങളും നല്ല കഥകൾ കേട്ടിട്ടും നമ്മൾ ചെയ്യാതിരിക്കുന്നതിന് കാരണം, അത് എടുക്കാനായിട്ട് ഈവൻ ബിസിനസ്സും നടക്കത്തില്ല. അതുമില്ല, അതുപോലെ ഹിറ്റ് അടിക്കണം തിയേറ്ററിൽ, പക്ഷെ അതിന് ആൾക്കാർ കയറുന്നില്ല അത് കാണാനായിട്ട്. ഒരു ഹീറോയെ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നതും. അതുകൊണ്ടാണല്ലോ ഹീറോസ് ഇന്ന് ഹീറോസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഹീറോസ് മാറിക്കൊണ്ടേ ഇരിക്കത്തില്ലേ? എന്തുകൊണ്ടാണ് ഹീറോസ് മാറാത്തെ? ഹീറോയിൻസ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിയാണോ? ഒരു ഹീറോയിനെ അവിടെ ഇഷ്ടംപോലെ ഹീറോയിൻസ് പുതുമുഖങ്ങളെ വെച്ചിട്ടും ആൾക്കാർ പുതുമുഖങ്ങളെയാണ് കൂടുതൽ പരീക്ഷിക്കുന്നത് ഇപ്പം. ഹീറോസിനെ പക്ഷെ എന്തുകൊണ്ട് പുതുമുഖങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും അവർക്ക് ഹീറോ ആകാൻ പറ്റുന്നില്ല? ഇതേ റീസണാണ്. കാരണം ആൾക്കാരുടെ ഉള്ളില് ഒരു ഹീറോ പ്രതിഷ്ഠിച്ച് ഇങ്ങനെ വെച്ചിരിക്കുവാണ്, അത് ഹീറോ. അതിപ്പം നമ്മുടെ മലയാളത്തിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഇത് തന്നെയല്ലേ. അപ്പൊ അവരുടെ സിനിമകൾ കാണാനായിട്ട് ക്രൗഡ് റെഡിയാണ്. അതാണ് മെയിൻ പ്രോബ്ലം. കച്ചവടം അതാണ് പ്രോബ്ലം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ സിനിമ വിജയിച്ചെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത്? കച്ചവടം നടക്കുമ്പോഴാണല്ലോ സിനിമ വിജയിച്ചു, സക്സസ് ആയിരുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അല്ലെ പിന്നെ എന്തുകൊണ്ടാണ് ബാക്കി സിനിമകളൊന്നും സക്സസ് ആവാത്തത്? നല്ല സിനിമകളും വന്നു പോയിട്ടുണ്ട്, ആൾക്കാർ കാണാഞ്ഞിട്ടാണ്. ആക്ച്വലി ആസ് എ പ്രൊഡ്യൂസർ നമുക്കൊരു നഷ്ടം വന്നാൽ ഹൗ യു കോമ്പൻസേറ്റ് വിത്ത് ദാറ്റ്? ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദിസ് പടം ഭയങ്കര ഹിറ്റ് ആവാൻ പോവാണ്, നമ്മുടെ സൈഡിൽ നിന്ന് പക്ക, ബട്ട് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടുന്നില്ല. ബട്ട് ആ ഒരു എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്യും നമ്മള്? അത് ആക്ച്വലി നമ്മളുടെ ഒരു ഇതിൽ വന്നിട്ട് നമ്മള് ബേസ് സ്ട്രോങ് ആണ് നമ്മുടെ ആസ് എ പ്രൊഡ്യൂസർ. ഞാനിവിടെ ഇരുന്നിട്ട് അഹങ്കാരം പറയുമല്ല. സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്നത് പൈസ കളയാനുള്ള മേഖലയാണ്, കിട്ടാനുള്ളതല്ല. അപ്പോൾ നമ്മളത് പ്ലാൻഡാണ്. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ, അങ്ങനെ എല്ലാ അത്യാവശ്യം നായകന്മാരെ വെച്ചാണ് നമ്മൾ സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു 2 കൊല്ലം മുൻപ് വരെ ബിസിനസ് നടക്കും. കാരണം അന്ന് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ട്, OTT റൈറ്റ്സ് ഉണ്ട്. സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കച്ചവടം പറഞ്ഞു വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നമ്മൾ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടും എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 2 സിനിമകൾ എടുത്തപ്പോൾ ആ സൊനാരിയോ മാറി. എന്നുവെച്ചാൽ സിനിമ OTT റൈറ്റ്സ് എടുക്കുന്നത് നിർത്തി, തിയേറ്റർ റിലീസിന് ശേഷം അവർ തിയേറ്ററിൽ ഓടിയ മാത്രമാണ് സിനിമകൾ എടുക്കുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ഇൻഡസ്ട്രി മാറി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി തുടങ്ങി ഈ പരിപാടി നടക്കത്തില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ 2 സിനിമകളിൽ ലോസ് വന്നു. അതിനു മുൻപ് 13 സിനിമകളും നമുക്ക് ഓക്കെയാണ്. നമ്മൾ മുടക്കിയ പൈസ തിരിച്ചു കിട്ടി, ചിലതിൽ ലാഭം കിട്ടി, ചിലതിൽ നഷ്ടം കിട്ടി, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു അബാം മൂവീസിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ബേസ് തൊട്ടിട്ടല്ല സിനിമ ചെയ്യണേ. സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 10 കോടിയുടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ആ 10 കോടി പോയാലും നമ്മളെ ബാധിക്കുന്നില്ല. ആ ഒരു വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സിനിമ കളിക്കുള്ളൂ, അല്ലെ നമ്മൾ സിനിമ എടുക്കില്ല. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തേക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം യുദ്ധത്തിന്റെ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പൊ ഇപ്പൊ OTT റൈറ്റ്സ് ഇല്ല. പക്ഷെ നമ്മളെ നഷ്ടം വന്നിട്ടും ബാധിക്കാത്തതിന് കാരണം നമ്മളത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ആരോടും കൊടുക്കാനില്ല, കടമെടുക്കുന്നില്ല. നമ്മുടെ തന്നെ ഒരു എമൗണ്ട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വരുന്ന മാറ്റിവെച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് മനസ്സിലായി. അപ്പൊ ഈ ഒരു യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പം ബീങ് എൻ ഓൺട്രപ്രനർ, സാരി ഈസ് എ ബിസിനസ്. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്ലീസ് ചെയ്യണം. ഇപ്പം ഈ ഒരു സാരി കളക്ഷൻസ് എന്ന് പറയുന്നത് ഷീലുവിന്റെ ടേസ്റ്റ് ആയിരിക്കാം, അതോ വേറെ ആരെങ്കിലും ടേസ്റ്റ് ആയിരിക്കാം. പക്ഷെ നമ്മളൊരു കടയിലേക്ക് കയറി വരുന്നത് മേ ബി ഷീലുവിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല വരുന്ന ആള്. ബട്ട് യു ഹാവ് ടു ബി, എന്താ പറയാ, പ്ലീസ്ഫുൾ ടു എവ്രി വൺ. അപ്പൊ അവിടെ എവിടെ എന്തെങ്കിലും കോംപ്രമൈസ് ഒരു കാര്യത്തില് ഞാൻ ഈ നോ പറയുന്നതും എല്ലാവരുടെ അടുത്ത് നന്നായി പെരുമാറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കറക്റ്റ്. ഞാൻ നോ പറയുന്നിടത്ത് നന്നായി പെരുമാറിക്കൊണ്ടാണ് ഞാൻ നോ പറയാറുള്ളൂ.
അത് മനസ്സിലായോ? ഒരിക്കലും ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഹേർട്ട് ചെയ്തിട്ട് നോ പറയാറില്ല. പക്ഷെ നമുക്ക് ഹേർട്ട് ചെയ്യാതെ നോ പറയാൻ പറ്റും. നമ്മളുടെ ബോൾഡ്നെസ് നമ്മൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറയാതെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ കടയിൽ വരുന്നവരെ റെസ്പെക്ട് ചെയ്യണമെന്നും വരുമ്പോഴേ അവരെ വെൽക്കം ചെയ്യണമെന്നും ഇരിക്കാൻ പറയണമെന്നും വെള്ളം കൊടുക്കണമെന്നും എൻ്റെ സ്റ്റാഫിനെ ഞാൻ ട്രെയിൻ ചെയ്ത് ആദ്യമേ ഞാൻ അവരെ പഠിപ്പിച്ചതാ. കടയിൽ ബിസിനസ് അവർ വാങ്ങണ്ട, പക്ഷെ അവരെ റെസ്പെക്ട് ചെയ്യണം, ഹോസ്പിറ്റാലിറ്റി ചെയ്യണം. ബിക്കോസ് ഞാൻ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരാളാണ്, നേഴ്സാണ്. ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കടയിലുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അവരെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരുടെ കൂടെ നിന്ന് ഞാൻ കാട്ടിക്കൊടുക്കും സാരികൾ. അതിന് പറയുന്ന എന്താണ്, നമ്മൾ റെസ്പെക്ട് എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. പക്ഷെ നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അത് എപ്പോഴും കിട്ടണമെന്നില്ല. നേരാണോ? സത്യല്ലേ പറയണേ? അതെ, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അവിടെ എന്താ പറയാ, കാറ്റഗറീസ് ഉണ്ട്. അവിടെ എപ്പോഴും വലിയവര് ചെറുത് തട്ടുകളുണ്ട്. ആ തട്ടുകളുടെ ഇതിൽ നിന്ന് കൊടുക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതെ. Ali's Kitchen. Let's cook with love.